ഹലോ ഗായ്സ്, നമ്മളിവിടെ നീക്കാമ്പറമ്പത്ത് ഉത്സവം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗായ്സ്. എന്താ ജനം, എത്ര ആൾക്കാരുള്ളത്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ കാണാൻ വന്നത് നാഗത്തിൻ്റെ തറ. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ അതിശയിച്ച് എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന തറയായിരുന്നു. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഫുള്ള് ലൈറ്റ് ഓഫായി കഴിഞ്ഞ് തീ കൊണ്ടുള്ള ഒരു എൻട്രിയാണ്. അത് കഴിയണ വരെ ഫുള്ള് തീ കൊണ്ടായിരിക്കും. നാഗത്തറേൻ്റെ കൂടെ ഇവരെ ഈ തീ കൊണ്ടുള്ള പെർഫോമൻസ് അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയെന്ന്, ഒരു രക്ഷയില്ലേന്. കാരണം ഫുള്ള് ഇവിടുത്തെ കുറേ ലൈറ്റ്സൊക്കെ കുറേ ഓഫാക്കിയോണ്ട് തന്നെ ഈ തീയിൻ്റെ കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുക. ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കളിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇവരെ പെർഫോമൻസും കൂടി ആകുമ്പോൾ ഭയങ്കര പറഞ്ഞൊരു സ്പിരിച്വലായിട്ടുള്ളൊരു
ഒരു മൂമെൻ്റ് കൂടെ നമ്മളിങ്ങനെ കടന്നു പോകണ കാര്യം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഫുൾ ഫോക്കസ് കൊടുത്തിട്ട് ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കും. വേറെ ഒന്നും നമുക്ക് ചിന്ത ഉണ്ടാവില്ല. ഇതെന്താ അടുത്ത് ചെയ്യാൻ പോകണം, അടുത്തെന്താന്നുള്ള ഇങ്ങനെ ഒരു ചിന്ത തന്നെ വന്നുകൊണ്ടേ നിൽക്കും. അടിപൊളിയായിരുന്നു ഇവരെ തീയോണ്ടുള്ള പെർഫോമൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടും വീശിയിട്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര അത്യാവശ്യം നല്ല സ്റ്റാമിന വേണം കേട്ടോ. കാരണം ഇങ്ങനെ തുള്ളല്ലേ കിടന്നിട്ട് കുറേ നേരം ഉണ്ടായിരുന്നു. ഇത് എത്ര മണിക്കൂറുണ്ടായിരുന്നു? 1.5 മണിക്കൂർ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു ഈ നാഗത്തറ. ഇത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പിന്നെ വരവുകൾ വന്നത്. ഞങ്ങളത് ഫുള്ളിരുന്ന് കണ്ടു കേട്ടോ. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ടൈമിന് തന്നെ പോയത്. ഇതിനു മുന്നേ ഒരുപാട് തറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ ഈ പ്രാവശ്യം കാണാനൊന്നുമില്ല. ഇതിനായിട്ട് ഞങ്ങൾ വന്നിരുന്ന. അങ്ങനെ നേരത്തെ പറഞ്ഞ മാതിരി നാഗത്തറ നടക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മുടെ വരവ് വരിക. 2 വരവാണുള്ളത്. 2 വരവിൽ ഫസ്റ്റത്തെ വരവിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അത് തന്നെ നമ്മുടെ താലപ്പൊലിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഈ വരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നറിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനൊന്നും നിൽക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഉച്ചക്കത്തെ കുറച്ച് വെള്ളമായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആവുന്നതിന് വീട്ടിലേക്ക് പോയിക്കുന്നു. ഈ പ്രാവശ്യം ഇത് എന്തായാലും കാണണം. അതിന് ശേഷമുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി എന്താണെന്നൊന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാർ നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടായിരുന്നു താലപ്പൊലിക്ക്. നമ്മളെ അവിടുത്തെ അധികം പ്രദേശവാസികൾ മൊത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, വലിയ വേഷമൊക്കെ കെട്ടിയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഭഗവാനുള്ള കൊലയും ഇളനിയുമാണത്, അതുണ്ടായിരുന്നു. അത് കൊണ്ടുവരുന്നുണ്ട് വരവിൻ്റെ കൂടെ. പിന്നെ കുറേ ഗ്യാങ്, എല്ലാ സ്ഥലത്ത് പോയാലും ഇതുപോലത്തെ കുറച്ച് ഗ്യാങ് ഉണ്ടാവുമല്ലോ. അവരെ വക കുറച്ച് കളർഫുള്ളാക്കിയിട്ടുണ്ട്. അവരെ വേത്തൊക്കെ കണ്ടില്ല, സെറ്റപ്പ് ആക്കിക്കുന്നത് എന്തായാലും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ബാക്കിലൊരു സംഭവം വരുന്നുണ്ട് മക്കളെ. വേഷം കെട്ടിയിട്ട് ഫുള്ളൊരു ഫ്രോക്ക് പോലത്തെ ഇത് ഇട്ടിട്ട്, എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇത് ഇവിടെ കാണുന്നത്. ഇനി എൻ്റെ കുഴപ്പമാണോ, ഞാൻ കാണാത്തതിൻ്റെ കുഴപ്പമാണോ അറിയില്ല. പക്ഷെ ഉഷാറായിരുന്നു. പിന്നെ ചെണ്ടക്കാരെ പിന്നെ എവിടെ പോയാലും എനർജി ഭയങ്കര തന്നെ കേട്ടോ, സമ്മതിക്കണം.
എത്ര നേരാണോ കൊട്ടുന്നതിൻ്റെ പൊന്നോ. പിന്നെ വോളണ്ടിയേഴ്സൊക്കെ പൊളിയാട്ടോ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ സംഭവം ഇതാണ് മക്കളെ, ഈ വെയിറ്റ് എങ്ങനെ താങ്ങുന്നു ഇത്ര നേരല്ലേ. ഓ സമ്മതിക്കണം. മുമ്പൊക്കെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വേഗം എന്തെങ്കിലും കാട്ടി ഊരിട്ടാൽ മതിയെന്നോ പഠിച്ചോനേന്നറിയില്ല. പക്ഷെ ഇതോരെ സമ്മതിക്കണം കേട്ടോ, ഇതിട്ടിട്ട് കറങ്ങലും തിരിയലും ചാടലും തുള്ളലും. എൻ്റെ പൊന്നോ, നല്ല നല്ല കളറുമാണ്. എന്തായാലും മേക്കപ്പും നല്ല ഭംഗിയുണ്ട്. റെഡും ബ്ലൂവും യെല്ലോയും പിങ്കും പൊളി തന്നെ. എനിക്കിത് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യണം. എന്തായാലും ബാക്കിയുള്ള നിങ്ങൾ കണ്ടു നോക്കി. അങ്ങനെ ഫസ്റ്റത്തെ വരവ് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ വരവിലേക്കുള്ള ഊഴാണ്. അതിൻ്റെ മുന്നേ തന്നെ ഫുള്ള് താലപ്പൊലെടുത്ത പെൺകുട്ടികൾ തന്നെ, നല്ല സുന്ദരിമണികളായിരുന്നു. പിന്നെ ഭഗവാനുള്ള ഇളനീരും വാഴക്കൊലയും നല്ല രസമല്ലേ കാണാൻ. കുട്ടികൾ ആരാ നോക്കങ്ങട്ട്, പെൺകുട്ടികളതായിരുന്നു ചെണ്ടമേളം. ഓഹ് എൻ്റെ മോള്, എന്തൊരു എനർജീസാ ഇവർക്ക് എല്ലാവർക്കും. അത്രക്കും എനർജി വേണം അതിന്. ഭയങ്കര വൈബിലായിരുന്നു കേട്ടോ ഇവർ വന്നത്. ആ പെൺകുട്ടികളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കിളി പറയാൻ. ആദ്യമായിട്ട് ഗേൾസിൻ്റെ ചെണ്ടമേളം കാണുന്നത് അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ 4-5 പെൺകുട്ടികളുടെ ഡാൻസും ആ താളത്തിനനുസരിച്ചിട്ട് തന്നെ ഈ കുട്ടികൾ എത്ര എവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും ഇതേപോലെ കളിക്കാൻ വേണ്ടിയിട്ടില്ലേ. എന്തായാലും അവരെ എനർജി പൊള്ളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ 2 വരെ ഉഷാറായിരുന്നു കേട്ടോ, ഒന്നൊന്നിന് ഗംഭീരമായിട്ട്. പെൺകുട്ടികളെ, അതായത് പെൺകുട്ടികളെ ചെറുപ്പക്കാരികളെന്നാൽ നമ്മളിപ്പോൾ അമ്മമാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ചെണ്ടമേളത്തിൻ്റെ ഗ്യാങ്ങിലുള്ളത് കേട്ടോ. പെണ്ണുങ്ങൾ രണ്ടിലകൾ ഡ്രസ് കോഡൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും അവർക്ക് ഒരുപാട് ബഹുമാനം. കാരണം ഇത്ര നേരം ഈ ചെണ്ട തൂക്കി പിടിക്കാൻ എന്നെക്കൊണ്ട് എന്തായാലും കഴിയില്ല. അപ്പോൾ ഓരിങ്ങനെ ഇത്ര നേരമൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ, ബോയ്സ് തന്നെ ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കലുണ്ട്, ഇവർക്ക് ഇങ്ങനെ ഇത്ര നേരമൊക്കെ ഇതിങ്ങനെ പിടിച്ചൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് പുറം വേദന ആവില്ല. കാരണം എനിക്ക് പുറം വേദന ഭയങ്കരമായിട്ടുള്ള ആളാണ്. പക്ഷെ ഇവർക്ക് അതിനുള്ളൊരു കരുത്തുണ്ടാവുമായിരിക്കും. എന്തായാലും പൊളിയേനു. എന്തായാലും നിങ്ങൾ കാണി. അപ്പം എത്രേ ഉള്ളൂ മക്കളെ ഇന്നത്തെ പരിപാടി. എല്ലാവരും വീട്ടിലേക്ക് വിട്ടോളി, ഞങ്ങളും വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ ഫ്രം ബെഹൻ സ്കോട്ട്.